ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത് ആളില്ലെങ്കിലും ഫോൺ വിളിച്ചെങ്കിലും അവരോട് പറയാൻ നമ്മെക്കൊണ്ട് കഴിയാറുണ്ട്. എന്നാൽ പാവം മൃഗങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. അവർക്ക് എന്നെ സഹായിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മൃഗങ്ങൾ മനുഷ്യരോട് സഹായം ചോദിച്ചിട്ടുണ്ട്. മനുഷ്യരാവട്ടെ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരോട് സഹായം ചോദിച്ച ചില മൃഗങ്ങളെ അല്ലെങ്കിൽ മനുഷ്യർ സഹായിച്ച ചില മൃഗങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക, കാരണം ഇവർ നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ദ തേഴ്സ്റ്റി കൗ. ഈ ചൂടുകാലത്ത് ദാഹം വന്നാൽ അടുത്ത് എവിടെയെങ്കിലും പോയി കുറച്ച് വെള്ളം തരുമോ ചേച്ചി എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം പൈസ കൊടുത്തു നമ്മൾ വാങ്ങിക്കാറുണ്ട്. എന്നാൽ പാവം മൃഗങ്ങൾക്കും പക്ഷികൾക്കും അത് സാധിക്കാറില്ല. പണ്ട് കുടത്തിൽ കല്ലുകൊണ്ട് നിറച്ച് വെള്ളം കുടിച്ച കാക്കയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഇന്ന് കുളവുമില്ല കുടവുമില്ല, എല്ലാം വറ്റി വരേണ്ട അവസ്ഥയാണ്. പക്ഷേ ദാഹം വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ദാഹം വന്ന ഒരു കാക്കയെ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ദാഹിച്ചു വലഞ്ഞ ആ പാവം ആ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അതിന് അത് സാധിക്കുന്നില്ല. എന്നാൽ അവിടെയുള്ള ഒരു യുവാവ് ഈ അടപ്പ് തുറന്നു കൊടുത്ത് ആ കാക്കക്ക് വെള്ളം കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. കാക്കയാവട്ടെ അത് കുടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. നമ്പർ 9, ദ പുവർ കാറ്റ്. വളരെ കുസൃതി നിറഞ്ഞ ജീവികളാണ് പൂച്ചകൾ. എന്നാൽ ചില സമയത്ത് അവരുടെ കുസൃതി വളരെ വലിയ വിപത്തിൽ അവരെ കൊണ്ടെത്തിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഗൾഫിൽ ഗർഭിണിയായ പൂച്ചയെ രക്ഷിച്ചതിന് ചിലർക്ക് 50 ലക്ഷം രൂപ പാരിതോഷികമായി ലഭിച്ചിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഈ വീഡിയോയിൽ കാണുന്ന പൂച്ച ഇത്തരത്തിൽ കുസൃതി കാണിച്ചതായിരുന്നു. പക്ഷേ പണി ചെറുതായിട്ടൊന്ന് പാളി. ആ പാവം ഒരു കുഴൽക്കിണറിൽ വീണു. പക്ഷെ ആൾക്ക് കുറച്ച് ഭാഗ്യമുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഇടയിൽ സ്റ്റക്കായി. പിന്നീട് അതിലൂടെ പോയ ചില ആളുകൾ ഈ പൂച്ചയുടെ സൗണ്ട് കേൾക്കുകയും രക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ പൂച്ചയെ പുറത്തെത്തിച്ചു. പക്ഷേ 4 ദിവസമാണ് ഈ കുഴലിനുള്ളിൽ ആ പൂച്ച താമസിച്ചത്. നമ്പർ 8, ദ ക്രൈയിങ് ഹോഴ്സ്. കുറെ കാലം ജയിലിൽ കിടന്നാൽ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് ആരായാലും ചിന്തിക്കും. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഫാമിൽ നിന്ന് 3 കുതിരകൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരും എവിടേക്കെന്നില്ലാതെ യാത്ര തിരിച്ചു. 3 പേരിൽ 2 പേരും എവിടെയോ എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ ഒരാൾക്ക് പണി കിട്ടി. ചതുപ്പ് നിലത്തിലൂടെ നടന്നു നീങ്ങിയ ആ പാവം കുതിര അതിൽ കുടുങ്ങിപ്പോയി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന് പുറത്ത് കടക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു കൂട്ടം മനുഷ്യരെത്തിയാണ് അതിനെ പുറത്തെത്തിച്ചത്. എന്തായാലും ഇനി അത് ഒളിച്ചോടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പർ 7, ദ പ്യുവർ പെൻഗ്വിൻ. അന്റാർട്ടിക്കയിൽ ധാരാളമായി കണ്ടുവരുന്ന ജീവികളാണ് പെൻഗ്വിനുകൾ. പൊതുവെ ശാന്തരും പാവങ്ങളുമായ ഇക്കൂട്ടർക്ക് ചില സമയത്ത് പണി കിട്ടാറുണ്ട്. കാരണം അന്റാർട്ടിക്കൻ സമുദ്രത്തിൽ നീന്താനെത്തുന്ന ഇക്കൂട്ടരെ കില്ലർ വെയിലുകൾ ആക്രമിക്കാറുണ്ട്. അത്തരത്തിൽ കില്ലർ വെയിൽ ആക്രമിക്കാൻ എത്തിയ ഒരു പാവൻ പെൻഗ്വിനെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ജീവനും കൊണ്ടോടിയ ആ പാവത്തിന് മുന്നിൽ മാലാഖയെ പോലെ ഒരു കൂട്ടം ബോട്ട് യാത്രക്കാർ പ്രത്യക്ഷമായി. ഉടനെ തന്നെ ബോട്ടിലേക്ക് എടുത്തു ചാടിയ പെൻഗ്വിൻ്റെ ജീവിതം അവർ രക്ഷിക്കുകയും ചെയ്തു. മാത്യു ആൻഡ് എൻഡർകാസൻ എന്നീ മനുഷ്യരാണ് ഈ ഒരു വീഡിയോ പകർത്തിയത്. നമ്പർ 6, ദ പ്ലാസ്റ്റിക് ബാൻ ആൻഡ് ദ ബേർഡ്. ഒരിക്കൽ ഒരു കൂട്ടം ദേശാടന പക്ഷികൾ യാത്രക്കിടയിൽ ദാഹമകറ്റാൻ ഒരു നദിക്കരയിൽ പറന്നിറങ്ങി. എന്നാൽ അവയിൽ ഒരു പക്ഷിയുടെ കഴുത്തിൽ ഒരു പ്ലാസ്റ്റിക് ബാൻഡ് കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും ആ പ്ലാസ്റ്റിക് ബാൻഡ് മാറ്റാൻ അതിന് സാധിച്ചില്ല. മാത്രമല്ല, ഈ ബാൻഡ് കാരണം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അതിന് സാധിച്ചില്ല. ഇത് കണ്ട ഒരു പാവം മനുഷ്യൻ അതിനെ കെണിവെച്ച് പിടിച്ചു. എന്നിട്ട് ആ പ്ലാസ്റ്റിക് ബാൻഡ് റിമൂവ് ചെയ്യുകയും അതിനെ പറത്തി വിടുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്കയിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമ്പർ 5, സ്വിമ്മിംഗ് ടർട്ടൈൽ. മനുഷ്യൻ ഇന്നുവരെ കാണാത്ത, എന്തിന് ശാസ്ത്രലോകം ഇതുവരെ കണ്ടുപിടിക്കാത്ത നിരവധി ജീവികൾ ഇപ്പോഴും കടലിൽ വസിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യർ കടലിനടിയിൽ യാത്ര ചെയ്യാറുണ്ട്. അത്തരത്തിൽ കടലിൽ ഇറങ്ങിയ ആൾക്ക് മുന്നിൽ ഒരു കടലാമ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അത് തന്നോട് സഹായം ചോദിക്കുന്നത് പോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ആമയുടെ തോടിന് മുകളിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടും അത് നേരിടുന്നുണ്ട്. അലിവ് തോന്നിയ ആ മനുഷ്യൻ ആ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തു കൊടുത്ത് ആമയെ സ്വതന്ത്രമാക്കി. നമ്പർ 4, ഓസ്ട്രേലിയൻ ഫോറസ്റ്റ് ഫയർ. 2019 ഓസ്ട്രേലിയയിൽ നടന്ന കാട്ടുതീയെക്കുറിച്ചൊക്കെ എന്തായാലും നിങ്ങൾ കേട്ട് കാണും. അന്ന് പലരും അത് സ്റ്റാറ്റസ് എല്ലാം ഇട്ടിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്.
എന്തായാലും ഈ തീപിടുത്തത്തിൽ നിരവധി ജന്തുജാലങ്ങൾ മരണപ്പെട്ടു. മാത്രമല്ല പലരുടെയും മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. എന്നാൽ ആളുകളുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന ചില വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കൗല എന്ന ജീവിയാണ് ഈ വീഡിയോയിലെ പ്രധാന ഹൈലൈറ്റ്. കാട്ടുതീ കാരണം ഭക്ഷണമൊന്നും കിട്ടാതെ ആ പാവം നാട്ടിലേക്ക് ഇറങ്ങി. അതിലൂടെ പോയ ഒരു സൈക്ലിസ്റ്റിന്റെ അടുത്ത് നിന്ന് തനിക്ക് ദാഹിക്കുന്നു എന്ന മട്ടിൽ കുറെ നേരം നിന്നു. ഒടുവിൽ അതിന്റെ ആവശ്യം മനസ്സിലാക്കിയ സൈക്ലിസ്റ്റ് അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ കൊടുത്തു. നമ്പർ 3, ഡെയറി പോൾ ആൻഡ് ദ ഡോഗ്. ഡെയറി പോൾ എന്ന മനുഷ്യൻ 31 വയസ്സുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഒരിക്കൽ തൻ്റെ വർക്കിനിടയിൽ ഒരു പട്ടിക്കുഞ്ഞ് മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല അത് അപകടത്തിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. ഒരുപാട് നേരം കരഞ്ഞ പട്ടിക്കുഞ്ഞ് തന്നെ സഹായിക്കണം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. മറ്റൊന്നും ചിന്തിക്കാതെ ഡെയറി പോൾ മഞ്ഞിലേക്ക് എടുത്തു ചാടി അതിനെ രക്ഷിച്ചു. എന്തായാലും ആ പട്ടിക്കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല ഈ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു. നമ്പർ 2, പുവർ ഡോഗ്. പട്ടിയെ കാലിൽ കെട്ടിവലിക്കുക, അടിച്ചു കൊല്ലുക എന്നീ വീഡിയോസൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ചിലിയിലുള്ള ഈ വീഡിയോ ആരുടെയും കണ്ണ് നനയിക്കുന്നതാണ്. ദിവസങ്ങളോളം ഒരു പട്ടിയുടെ കരച്ചിൽ സമീപവാസികൾ കേട്ടിരുന്നു. എന്നാൽ എന്താണ് കാര്യം എന്നവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവിടെയുള്ള ഒരു ലോക്കൽ പോലീസ് എന്താണ് കാര്യം എന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു പട്ടിക്കുഞ്ഞ് കർട്ടനിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. മാത്രമല്ല അതിൻ്റെ ഓണേഴ്സും സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഓഫീസർ ആ പട്ടിയെ സ്വതന്ത്രമാക്കി. എന്തായാലും മരണം മുന്നിൽ കണ്ട പട്ടിക്ക് മുന്നിൽ ദൈവദൂതനെ പോലെയാണ് ഓഫീസർ പ്രത്യക്ഷമായത്. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ തവണയായിക്കോട്ടെ ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ദിവസവും നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1. നമ്പർ 1, ദ മദർ ഡക്ക്. ഒരിക്കൽ ഒരു മനുഷ്യൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നാണ് ഒരു താറാവ് അനങ്ങാതെ നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ താറാവിൻ്റെ കാല് നടപ്പാതയിലുള്ള ഒരു സ്ലീവിൽ കുടുങ്ങിയതാണ് എന്നാണ് അയാൾ കരുതിയത്. എന്നാൽ കാരണം അതായിരുന്നില്ല. ആ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ആ സ്ലീവിലേക്ക് വീണിരുന്നു. അതുകൊണ്ട് ആ പാവം വിഷമിച്ച് നിൽക്കുകയാണ്. സഹായിക്കാനോ ആരുമില്ല. എന്നാൽ ആ മനുഷ്യൻ അവിടുത്തെ ഫയർഫോഴ്സിനെ വിളിക്കുകയും താറാവിൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തെത്തിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യരോട് സഹായം ചോദിച്ച ഏതാനും ചില മൃഗങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൃഗങ്ങളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.